ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ആവിൽപ്പൊടിയുടെ റെസിപ്പിയാണ്. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുത്തയക്കണം കേട്ടോ. ഞാൻ എൻ്റെ മകന് ഒരുപാട് പ്രാവശ്യം കൊടുത്തയക്കാറുണ്ട്. ഇത് ഒരിക്കലും ചീത്തയാകാറില്ല കേട്ടോ. ഒരു വർഷം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും, പുറത്ത് വെച്ചാലും കേടാകില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 2 കിലോ അവിലാണ് എടുത്തിരിക്കുന്നത്. നല്ല അവിൽ നോക്കി, മട്ട അവിൽ നോക്കിയിട്ട് എടുക്കുക. 2 കിലോ അവിലിന് 1 കിലോ നിലക്കടല വേണം. അപ്പോൾ 2 കിലോ ആണെങ്കിൽ 200 ഗ്രാം എള്ള് വേണം. പിന്നീട് 1 കിലോ അവിലിന് 750 ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ 2 കിലോന് 1.5 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു വലിയൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് അവിൽ പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണ് ഇളക്കാൻ വേണ്ടി പറ്റുന്നത് അത്ര അവിൽ ഇട്ട് കൊടുത്താൽ മതിയേ. കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഇളക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 5-6 പ്രാവശ്യം ഇട്ടിട്ടാണ് ഇതേമാതിരി വറുത്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഒരു പൊട്ടുന്ന പരുവാകുകയാണെങ്കിൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അവിൽ പെട്ടെന്നാകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാനിവിടെ എള്ളാണ് വറുത്തെടുക്കുന്നത്. എള്ള് ഒന്നാകെ ഇട്ട് കൊടുത്തതാണ്. ഇത് എള്ള് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പൊട്ടി വരും കേട്ടോ. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 കിലോ അവിൽ എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം എള്ളാണ് വേണ്ടത്. അതനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങണം. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു മിക്സിയുടെ ജാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് അവിൽ പൊടിച്ചെടുക്കാം. അതിനു മുമ്പേ നമ്മൾ ചൂടാക്കിയത് ഒന്ന് തണിഞ്ഞിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതേമാതിരി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട. അവിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അടിഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാനിവിടെ അവിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. രണ്ടാമതും ഞാൻ ഇതേമാതിരി തന്നെ അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. അതും നമുക്ക് ഇതേമാതിരി ഒന്ന് പൊടിച്ചെടുക്കാം. പക്ഷേ ആദ്യത്തെ മാതിരിയല്ല കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അവിലൊരു അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നത് കൊണ്ട് അവിൽ 1/4 ഭാഗം ഇട്ടാലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുത്തതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം മിക്സിയിൽ തന്നെ വെക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് കുത്തി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ അപ്പാടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറ് കേടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കി മിക്സിയുടെ ജാറിൽ അവിലിൻ്റെ പൊടി വെച്ചില്ലേ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ. ശർക്കര അപ്പാടെ ഇട്ട് കൊടുക്കരുത് മിക്സിയിലേക്ക്. നമ്മൾ അവിൽ പൊടിച്ചതിൻ്റെ ബാക്കി കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇങ്ങനെ എല്ലാതും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിലക്കടല പൊടിച്ചെടുക്കാം. വറുത്ത നിലക്കടലയാണ് ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾ വറുക്കാത്ത നിലക്കടല വാങ്ങുകയാണെങ്കിൽ അത് വറുക്കണം കേട്ടോ. ഇപ്പോൾ കടലയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടലയൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ കട്ടയായിട്ട് പിടിക്കുന്നുണ്ടാവും കേട്ടോ. അതൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് കോരിയെടുത്താൽ മതിയേ. ഞാനിവിടെ കടല 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇതേമാതിരി പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒന്നാകെ ഇട്ട് കൊടുക്കരുത്. കടലയൊക്കെ പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതും നമ്മൾ അവിൽ പൊടിച്ചതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് എള്ളാണ് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്. എള്ളും ഒന്ന് തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിമേലെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ
കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ ഒന്നും കൂടി മിക്സിയുടെ ജാറിലേക്ക് എല്ലാതും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒറ്റൊരു കറക്കൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എല്ലാതും നന്നായിട്ട് മിക്സായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ കൈയൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കാലമൊക്കെ നിൽക്കുന്നതാണെങ്കിൽ കൈ അധികം നമ്മൾ ഈ ഒരു പൊടിയിൽ കൊള്ളാതെ നോക്കണേ. ഇപ്പോൾ എല്ലാതും ഞാനിവിടെ ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഒരു ജാറിലാക്കിയിട്ട് പല ജാറിലാക്കിയിട്ട് കൊടുത്തയക്കാം. അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നല്ല കട്ടിയുള്ള കവറുണ്ടാവും കേട്ടോ, 5 കിലോയുടെ 10 കിലോ അതൊക്കെ വാങ്ങിയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് തേങ്ങ ചേർത്തിട്ട് ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉണ്ട പിടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ട പിടിച്ചിട്ട് കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ ചായക്ക് നമുക്ക് ഇത് കുറച്ച് എടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉണ്ട പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല സാധാരണ കേട്ടോ ചായക്ക്. അപ്പോൾ ഞാനിവിടെ ഇതേമാതിരി ചെറിയ പാത്രങ്ങളിലാണ് കൊടുത്തയക്കുന്നത്. പിന്നീട് കുറച്ച് കവറ് വാങ്ങിയിട്ട് വേണം കൊടുത്തയക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, വീട്ടിലുള്ളവർക്കും ഇത് വൈകുന്നേരങ്ങളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു പലഹാരം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.